ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് കാറ്റത്തെ കിളിക്കോട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഭാസ്കരൻ ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വരുവാണ്. ചിക്കനും ബിരിയാണിക്കുള്ള കുറച്ച് സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് സുഭാഷിൻ്റെ കൊടുക്കുവാണ്. എടാ, ഇത് കുറച്ച് ചിക്കനുണ്ട്, ഇത് ബിരിയാണി വെക്കാനുള്ള സാധനങ്ങളാണ്, നീ പോയി ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുക, ബാക്കി ചിക്കൻ എടുത്ത് ഫ്രൈയും ചെയ്യാൻ പറയും. ഇത് കേൾക്കുന്ന സുധീഷിനങ്ങ് ദേഷ്യം വരും. സുധീഷ് പറയും, ഒരാൾ മനസ്സ് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഈ സമയത്താണ് ബിരിയാണി ഉണ്ടാക്കുന്നതും ചിക്കൻ ഫ്രൈ വെക്കുന്നതെന്നൊക്കെ ചോദിക്കും. ഉടനെ ഭാസ്കരൻ പറയും, അതിന് ഇവിടെ മനസ്സ് വിഷമിക്കാൻ വേണ്ടി ഒന്നും ഉണ്ടായില്ലല്ലോ, ആരെങ്കിലും കല്യാണം നടക്കുന്നതിന് നീയൊക്കെ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് അവനവൻ്റെ കാര്യം നോക്കി ഇരിക്കാനുള്ളതിന്. അപ്പോഴത്തേക്ക് സുഭാഷിൻ്റെ മുഖം അങ്ങ് മാറും. നിനക്കൊക്കെ വേണമെങ്കിൽ വെച്ച് കഴിയും, അല്ലെങ്കിൽ എടുത്തുകൊണ്ട് കളയാൻ പറഞ്ഞ് ദേഷിച്ച് ഭാസ്കരൻ ഹോളിൽ പോയി ഇങ്ങനെ ചാരസരെ കിടക്കും. അപ്പോഴത്തേക്ക് സുഭാഷ് പറയും, എന്തിനാടാ ഞാനല്ല എല്ലാ ദിവസവും അവിടെ പാചകം ചെയ്യുന്നത്, അതുകൊണ്ട് അച്ഛനത് മേടിച്ചുകൊണ്ട് വന്നത്, ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അടുക്കളയിൽ കയറിപ്പോവും. ഇത് കേൾക്കുന്ന നിധി പറയും, എന്തിനാ അച്ഛനോട് അങ്ങനെ സംസാരിച്ചത്? അച്ഛൻ നിങ്ങളുടെയൊക്കെ മൂടോട്ടൊന്ന് മാറാൻ വേണ്ടി മാത്രം മേടിച്ചുകൊണ്ട് വന്നതാ, വിഷമിച്ചിരിക്കുന്ന കണ്ടുകൊണ്ടായിരിക്കും. ഒരാളുടെ മനസ്സ് മനസ്സിലാക്കി അയാളത് ചേഞ്ച് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്? സുധീഷിനോട് പറയും. അത് കഴിഞ്ഞ് നിധി പറയും, ഒരു കാര്യം ചെയ്യാം, ഇന്ന് നമുക്ക് പാചകം ചെയ്യാമെന്ന് പറയും. അപ്പോൾ നികേഷ്, നമുക്കോ? അതെ, നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം, ഇന്ന് സുഭാഷ് ഏട്ടൻ നമുക്ക് റെസ്റ്റ് കൊടുക്കാമെന്ന് പറയും. ഉടനെ നികേശ്വരൻ, ഏട്ടത്തി അറിയാൻ വയ്യാത്ത പണിയൊന്നും ചെയ്യണ്ട, എല്ലാ പ്രാവശ്യം സുഭാഷ് ഏട്ടനല്ലേ ഇവിടെ പാചകം ചെയ്യുന്നത്, അത് തന്നെ നല്ലത്. അത് കുഴപ്പമൊന്നുമില്ല, നെറ്റിൽ സെർച്ച് ചെയ്ത് ഒരുപാട് ബിരിയാണി ഉണ്ടാകുന്ന ലേറ്റസ്റ്റ് വീഡിയോ കിട്ടും, നമുക്ക് അതിനകത്ത് ഒരെണ്ണം നോക്കി ഉണ്ടാക്കാമെന്ന് പറയും. ഇതൊന്നും ഇത്ര പാടുള്ള പണിയൊന്നുമില്ല, നീ എന്നെ ഹെൽപ്പ് ചെയ്താൽ മതി എന്ന് പറയും. ഞാനോ? ആ, അതിനെന്താ കുഴപ്പം? അങ്ങനെ അപ്പോഴത്തേക്ക് ഇത് കേൾക്കുന്ന സുധീഷ്, ആ എങ്കിൽ ശരി, നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കി കഴിച്ചോ, ഞാൻ പുറത്തുനിന്ന് പോയി കഴിച്ചോളാം എന്ന് പറയും. അപ്പോഴത്തേക്ക് നിധി പറയും, ശരി ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചോളാം. അവസാനം വിശക്കുന്നെന്ന് പറഞ്ഞ് ബിരിയാണി കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കുന്ന ഡം ചെയ്യുന്ന കല്ലെടുത്ത് തലക്കടിക്കുമെന്ന് പറയും. അപ്പോഴത്തേക്ക് സുധീഷ് അങ്ങ് വല്ലാതാവും. ഹരീഷ് നികേഷും കിടന്ന് ചിരിക്കും. അതിനുശേഷം അടുക്കളയിൽ വന്നങ്ങ് പാചകം ചെയ്യുവാണ്. നികേഷിനൊക്കെ ചോദിക്കും, ബിരിയാണി വെക്കാൻ നമ്മുടെ പാത്രമുണ്ടോ? ഈ പാത്രം എടുക്കാനായിട്ടെത്തി. ഈ പാത്രമോ? ഈ പാത്രത്തിനകത്ത് എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്? ആണോ, ഇത് ബിരിയാണി ഉണ്ടാക്കുന്നത് ബിരിയാണിയുടെ കൂടെ കൊടുക്കാൻ പപ്പടം കാച്ചൽ ഉപയോഗിക്കാമെന്ന് പറയും. പിന്നെ ഇപ്പോൾ ഏതാ പാത്രം? അങ്ങനെ നോക്കുമ്പോൾ ഒരു കുക്കർ കിട്ടും. പിന്നെ അതിനുശേഷം മസാലക്കൂട്ട് വേണം, പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ കുറച്ച് ഐറ്റംസും, പിന്നെ മല്ലിയില, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കും. അങ്ങനെ ഹരീഷ് വന്നിട്ട് ചോദിക്കും, ഞാനെന്തിൽ സഹായിക്കണോ? ഓ വേണ്ട ഹരീഷ്, ഇത് ഞങ്ങൾക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നികേഷ് പറയും, ഏട്ടത്തി ഒരാൾ സഹായിക്കാനായിട്ട് വരുമ്പോൾ നമ്മളത് വേണ്ടെന്ന് പറയരുത്. ഹരീഷ് ഏട്ടൻ ചെയ്തോ? നിധി പറയും, സവാള അരിഞ്ഞ് കണ്ണ് നീരട്ടെന്ന് പറയും. പെട്ടെന്ന് തന്നെ സവാള അരിഞ്ഞ് കൊടുക്കും. അപ്പോൾ നിധി പറയും, ആഹാ നല്ല എക്സ്പീരിയൻസ് ആണല്ലോ ഹരീഷിന്. അങ്ങനെ ഗ്യാസ് ഓൺ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ഗ്യാസ് കത്തത്തില്ല. ഇതെന്താ ഗ്യാസ് ഇല്ലയോ? അയ്യോ ഗ്യാസ് ഇല്ലയോ? ഇതെന്താ ഇവിടെ ഒരു കുറ്റിയേ ഉള്ളൂ? അപ്പോൾ ഹരീഷ് ചോദിക്കും, ഇതെന്താ നികേഷ് ഒരു കുറ്റിയുള്ളോ ഇവിടെ? അപ്പോൾ നികേഷ് നിധിയോട് ചോദിക്കും, ഇതെന്താ ഒരു കുറ്റിയുള്ളോ? അപ്പോൾ നിധി ഇങ്ങനെ ദേഷ്യം നോക്കും. പിന്നെ നികേഷ് ഒന്നും മിണ്ടത്തില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അതാ ഈ സമയത്തൊക്കെ സുഭാഷ് ഏട്ടന് ഹെൽപ്പില്ലാതെ നമുക്ക് പറ്റത്തില്ല. വേണ്ട, നമ്മൾ സുഭാഷ് ഏട്ടനെ വിളിക്കണ്ട. അതായത് എങ്ങനെ എടുത്ത് ഈ സാധനങ്ങളെല്ലാം ഉണ്ട്, എന്തായാലും നമുക്ക് ഗ്യാസ് ഇല്ലാതെ പാചകം ചെയ്യാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചിക്കനെല്ലാം എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെക്കാനോ? ഉടനെ ഹരീഷ് ചോദിക്കും, അതിന് ഫ്രിഡ്ജ് കേടല്ലേ? ആ ശരിയാ, ഫ്രിഡ്ജ് കേട്, TV കംപ്ലൈൻറ്റ്, ഗ്യാസ് ഇല്ല, കറികൾ വെക്കാനുള്ള പാത്രങ്ങളില്ല. ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി ആ പാവം സുഭാഷ് ഏട്ടനെ എങ്ങനെ പാചകം ചെയ്തതെന്ന് പോലും നിങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കും. അപ്പോൾ സുഭാഷ് ഏട്ടൻ, എന്തോ മോളെ എന്ത് പറ്റി? അത് സുഭാഷ് ഏട്ടൻ ഗ്യാസ് തീർന്നു പോയി. ആ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി പുറത്ത് നല്ല ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വരാം, നമുക്ക് ഇന്നത് കഴിക്കാമെന്ന് പറയാം. പിന്നെ ഇത്രയും ചിക്കൻ എന്തോ ചെയ്യും? ചോദിക്കുക, അതൊന്നും വേണ്ട, ഒരു കാര്യം ചെയ്യാം, പുറത്ത് അടുപ്പ് കൂട്ട്, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയും. അതൊന്നും വേണ്ട, സുഭാഷ് ഏട്ടൻ ചെയ്യേണ്ട, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയും. വേണ്ട മോളെ, നിനക്ക് അടുപ്പിലൊന്നും ഊതി പരിചയമൊന്നുമില്ല, നിങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചേക്കൂല്ലേ, ഞാൻ ചെയ്തു തരാമെന്ന് പറയും. അതൊന്നും വേണ്ട. അങ്ങനെ സുഭാഷ് ഏട്ടൻ പോയെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാം സാധനം എടുത്ത് പുറത്ത് കൊണ്ടുവരും. അങ്ങനെ കല്ലൊക്കെ കൂട്ടി ഹരീഷ് പോയി വിറവെല്ലാം എടുത്തുകൊണ്ട് വരും. അങ്ങനെ ബിരിയാണിക്കുള്ള ചെമ്പൊക്കെ അടുപ്പിലോട്ട് വെക്കുമ്പോഴത്തേക്ക് സുധീഷ് ഇങ്ങോട്ട് വരും. ആഹാ, ഇതെന്തോ എല്ലാവരും പുറത്തൊക്കെ നിന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത്? അപ്പോഴത്തേക്ക് സുധീഷ് പോയി സുനന്ദയെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് വരാനായിട്ടാണ് പോയത്. അവിടെ പോയി ഫോട്ടോ എടുത്തുകൊണ്ട് വരും. ഓ, ഈ ചെറുക്കനെ കണ്ട സുഭാഷ് ഏട്ടന് അത്ര ഭംഗിയൊന്നുമില്ല, കുറച്ചും കൂടി നല്ല ചെറുക്കനെയൊക്കെ നോക്കാമായിരുന്നെന്നൊക്കെ എല്ലാവരും പറയും. ഇനിയിപ്പോൾ അതൊക്കെ എന്തിനാണ് പറയുന്നത്? നമ്മൾ സുഭാഷ് ഏട്ടന് വേണ്ടി ആലോചിച്ചതില്ലേ, അവൾ ക്ഷേത്രത്തിൽ വരാമെന്ന് പറഞ്ഞിട്ട് അവൾ വന്നില്ല, ഇനി അത് അവിടെ കഴിഞ്ഞോളാം, ഇനി നമ്മൾ ചെറുക്കനെക്കുറിച്ച് കുറ്റം പറയാനൊന്നും നിൽക്കേണ്ട കാര്യമില്ലെന്ന് പറയും. എന്നാലും നമ്മൾ സുഭാഷ് ഏട്ടനോട് ചെയ്യുന്നത് ചെറുക്കനാണെന്ന് അറിയണ്ടായോ? അപ്പം ആർക്കും പയ്യനെ അത്ര ഇഷ്ടപ്പെടത്തില്ല. അപ്പോഴത്തേക്ക് സുഭാഷ് അങ്ങോട്ട് വരും. എന്തുവാ അത് സുഭാഷ് ഏട്ടാ, ഇത് കണ്ടോ, ഇതാണ് സുനന്ദയെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ. അപ്പോൾ സുഭാഷ് നോക്കിയിട്ട് പറയും, ആ എന്തിനാണ് ഞാൻ കാണുന്നത്? അത് സുഭാഷ് ഏട്ടൻ നോക്ക്,
എന്നോട് നോക്കും. നോക്കിയപ്പോഴത്തേക്ക് നോക്കുമ്പോൾ ആവറേജ് എന്ന് പറയും. അപ്പോഴത്തേക്ക് പറയും കുറച്ചും കൂടി നല്ല ചെറുക്കനെ നോക്കാമായിരുന്നു സുനന്ദയുടെ കൂടെ നിൽക്കാൻ ഇച്ചിരി കൂടി നല്ല ചെറുക്കൻ വേണമെന്ന് പറയും. അപ്പോൾ കണ്ടോ, അതാണ് സുഭാഷ് ചേട്ടൻ്റെയും അഭിപ്രായം എന്ന് പറയും. എന്തായി ഞങ്ങൾ പാചകം ചെയ്യാൻ തുടങ്ങും. വേണ്ട ഞാൻ ചെയ്യാമെന്ന് പറയും. അങ്ങനെ എല്ലാവരും അവിടെ നിങ്ങൾ കഴിക്കാൻ സമയമാകുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് തന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കും. അപ്പോഴത്തേക്ക് എല്ലാവരും അകത്ത് കയറി വരും. കണ്ടോ, സുഭാഷ് ചേട്ടൻ്റെ മനസ്സിൽ പോലും ഉണ്ട് ആ ചെറുക്കൻ അത്ര കൊള്ളത്തില്ല, അവൾക്കൊരു പണി കിട്ടിയെന്നുള്ള മനസ്സിലായിരിക്കുമെന്ന് സുധീഷ് പറയും. അപ്പോൾ നിധി പറയും അങ്ങനെയല്ല സുഭാഷേട്ടൻ പറഞ്ഞത്, സുനന്ദ കാണാൻ നല്ലതായതുകൊണ്ട് കുറച്ചും കൂടി ഭംഗിയുള്ള ചെറുക്കൻ നോക്കാമായിരുന്നു എന്നാണ് സുഭാഷ് ചേട്ടൻ ഉദ്ദേശിച്ചത്, നിങ്ങളങ്ങനെ തിരിച്ചൊന്നും പറയണ്ടെന്ന് പറയും. സുഭാഷ് ചേട്ടൻ മനസ്സ് നല്ലതായതുകൊണ്ടാണ്. സുഭാഷ് ചേട്ടനൊന്നും നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ലയോ എന്ന് സുധീഷിനൊക്കെ ചോദിക്കും. ഇതെല്ലാം കേട്ടോട്ട് പുറത്ത് ഭാസ്കരൻ ഇങ്ങനെ കിടപ്പുണ്ട്. അതിനുശേഷം ബിരിയാണിയൊക്കെ ഉണ്ടാക്കി, ബിരിയാണിയെല്ലാം റെഡി ആയില്ലോ എന്ന് സുധീഷ് ഒന്ന് ചോദിക്കും. റെഡിയായി എന്ന് പറയും. ഇങ്ങനെ നീ പോയി വലിയ ലെഗ് പീസ് എടുത്തുകൊണ്ട് വരാൻ പറയും. അപ്പോൾ നിധി പറയും എല്ലാം റെഡിയായെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ ഇനി അതിന് പീസ് എടുത്തുകൊണ്ട് വരുന്നത്. അങ്ങനെ സുഭാഷ് ബിരിയാണി ഉണ്ടാക്കി എല്ലാം റെഡിയായെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സർവ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന് ഹോളിലോട്ട് പോകും. നമുക്കൊരു കാര്യം ചെയ്യാം, കറണ്ട് ഇല്ലല്ലോ, പുറത്തിരുന്ന് കഴിക്കാമെന്ന് പറയും. അങ്ങനെ എല്ലാവരും കൂടി വലിയ പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ട് വിളമ്പും. ആ സമയത്ത് എങ്ങനെയുണ്ട്, പിന്നെ സുഭാഷ് ചേട്ടൻ എല്ലാ ദിവസവും വെക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ ബിരിയാണി എന്ന് പറയും. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഭാഷിൻ്റെ മൂഡോട്ട് മാറ്റാൻ വേണ്ടി എല്ലാവരും കൂടി ഇരുന്ന് ഓരോന്നൊക്കെ സംസാരിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ, കോളേജിൽ പഠിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ഓരോന്ന് പറയുന്ന സമയത്ത് സുധീഷ് ഓരോന്നൊക്കെ ഇരുന്ന് അങ്ങ് ബ്ലെൻഡർ അടിച്ച് വിടും. ആ സമയത്തൊക്കെ നിധി ഇങ്ങനെ ഇടം കണ്ടിട്ട് ഇങ്ങനെ സുധീഷിനെ നോക്കുന്നുണ്ട്. അതിനുശേഷം ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം സുധീഷ് നിധിയോട് നോക്കും, എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നല്ലോ, എന്താ കാര്യം, എന്ത് കാര്യം? അല്ല, ഞങ്ങൾ സംസാരിക്കുമ്പം എന്നെ ഇടയ്ക്കിടയ്ക്ക് ഒളിക്കണ്ടിട്ട് നോക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. പിന്നെ നിങ്ങളെ ഒളിക്കണ്ടിട്ട് നോക്കാൻ എന്തോ, നേരെ നോക്കുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് പറയും. അതും അങ്ങോട്ട് ഏക്കത്തില്ല. അതിനുശേഷം നിധി സുഭാഷിനോട് പറയും അച്ഛൻ വന്നില്ലല്ലോ കഴിക്കാൻ, എന്തായിരിക്കും? അപ്പം നികേഷ് പറയും രാവിലെ വല്ല മദ്യക്കുപ്പി എടുത്തുകൊണ്ട് ഇറങ്ങിയതായിരിക്കും, എവിടെയെങ്കിലും പോയിരുന്ന് കുടിച്ചതിന് ശേഷം പിന്നെ ആയിരിക്കും വിശപ്പുണ്ടാവുന്നതെന്ന് ചോദിക്കും. അപ്പം ഭാസ്കരൻ സൈക്കിൾ എടുത്തുകൊണ്ട് റോഡിലോട്ട് ഇറങ്ങിയാണ്. അങ്ങനെ വരുന്ന വഴിക്കാണ് സുനന്ദയുടെ വീട്. അങ്ങനെ അവിടുത്തെ ആഘോഷങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ സൈക്കിൾ ഇങ്ങനെ അവിടെ നിർത്തിക്കൊണ്ട് ഇങ്ങനെ നോക്കും. അപ്പോഴത്തേക്ക് ഗംഗാധരൻ ലളിത അത് കാണും. ഈശ്വര, ഇനി എന്തെങ്കിലും കലക്കാനെങ്ങാണോ ആണോ ഇങ്ങനെ വരുന്നത്, അകത്തോട്ട് കയറി വന്ന് ചെറുക്കൻ വീട്ടുകാരുടെ അടുത്തെങ്ങാണോ എന്തെങ്കിലും പറയുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഗംഗാധരൻ ഇങ്ങനെ അവിടെ തുറച്ചിങ്ങനെ നോക്കുന്നുണ്ട്. ഭാസ്കരൻ ഇങ്ങനെ നോക്കിയിട്ട് ഭാസ്കരൻ തിരിച്ചിങ്ങി പോരും. എന്തായാലും ഭാഗ്യമായി പോയല്ലോ എന്നുള്ള സമാധാനമായിരുന്നു ലളിതയ്ക്ക്. അതിനുശേഷം വരുന്ന വഴിക്ക് ബ്രോക്കറെ കാണും. അങ്ങനെ ബ്രോക്കറെ കണ്ട് ഭാസ്കരേട്ടാ എന്തുകൊണ്ട് വിശേഷം, കണ്ടോ സുനന്ദയുടെ കല്യാണമൊക്കെ ആയി, മോന് കല്യാണം നോക്കണ്ടായോ? എടാ നീ എത്ര കല്യാണാലോചന കൊണ്ടുവന്നു, ഏതെങ്കിലും ഒന്ന് റെഡിയായോ? അത് ആലോചന കൊണ്ടുവന്ന സമയത്ത് നിങ്ങളുടെയൊക്കെ വീടിനെക്കുറിച്ചും ഒക്കെ അന്വേഷിക്കുമ്പോൾ ഓരോ നാട്ടുകാർ പറഞ്ഞ് കലയി കൊടുക്കും. ഇന്നാൾ ഞാൻ ഒരു ആലോചന കൊണ്ടുവന്നില്ലേ, അത് നാട്ടുകാരായിട്ടല്ലേ മുടക്കി തന്നെന്ന് പറയും. ഞാൻ പിന്നൊരു ആലോചനയുടെ കാര്യം പറഞ്ഞിട്ട് സുഭാഷ് ഫോൺ എടുത്തില്ലെന്ന് പറയും. എങ്ങനെ എടുക്കും, നീ കൊണ്ടുവരുന്നതിലെ ഓരോരോ അലമ്പ് ആലോചനയാണ്, അതുകൊണ്ട് അവൻ ഫോൺ എടുക്കാതെന്ന് പറയും. എന്തായാലും നീ എല്ലാവരും നടത്തുന്നില്ല, എൻ്റെ ചെറുക്കൻ എവിടുന്ന് ഒരു പെണ്ണിനെ ആലോചിക്കണം എന്നൊക്കെ പറയും. ശരി ഭാസ്കരേട്ടാ, ഞാൻ എത്രയും പെട്ടെന്ന് നോക്കാമെന്നൊക്കെ പറയും. അതിനുശേഷം ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് എല്ലാവരും കിടന്നുറങ്ങുവാണ്. നികേഷും ഹരീഷും കിടന്നുറങ്ങുന്ന സമയത്ത് സുധീഷ് ഇങ്ങനെ ഫോണൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അതും കുറേ പെൺകുട്ടികളുടെ ഫോട്ടോസൊക്കെയാണ് നോക്കി ഇരിക്കുന്നത്. അപ്പോൾ സുഭാഷ് അങ്ങോട്ട് വരും. എന്താണ് നീ കിടക്കുന്നില്ലേ? കിടക്കാം സുഭാഷ് ഏട്ടാ, നീ ഇപ്പോഴും ഈ പരിപാടി നിർത്തിയില്ലേ, നീ ഒരു കല്യാണം കഴിച്ചില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ ഈ പെൺപിള്ളേരൊക്കെ ഫോട്ടോ ഇങ്ങനെ നോക്കി ഇരിക്കുന്നത്? പിന്നെ ഭർത്താവ്, അതിന് നിധി എന്നെ ഒരിക്കലും ഭർത്താവിൻ്റെ സ്ഥാനത്ത് കണ്ടിട്ടില്ലല്ലോ, നേരെ നോക്കി എന്നോട് പഴക്കിനാ വരുന്നതെന്ന് പറയും. എങ്ങനെയാണ് അവൾ പഴക്കിന് വരാതെ, നീ എന്തെങ്കിലും നാവിടുത്തെ സത്യം പറയോ? മുൻപേ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, സത്യം പറയുന്നവരെ മാത്രമാണ് ഇഷ്ടപ്പെടുന്നത്, ഈ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ആരും നിന്നെ ഇഷ്ടപ്പെടുത്തില്ലെന്ന്. അപ്പം നീ നിൻ്റേതായ ന്യായങ്ങൾ പറഞ്ഞു, അതൊക്കെ മാറും. നീ അവരോട് സ്നേഹമായിട്ട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ ദേഷ്യം പിണക്കമൊക്കെ മാറി നിങ്ങൾ ഒന്നിച്ചൊരു കുടുംബമായിട്ട് ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് സുധീഷിൻ്റെ അപ്പുറത്തെ കേൾക്കുന്ന സുധീഷിനൊക്കെ നല്ല സന്തോഷമാവും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സുഭാഷിനൊരു കോൾ വരും. അപ്പോൾ ഇപ്പോൾ ഏതാ നമ്പർ? അപ്പോൾ ചോദിക്കും സുഭാഷ് പറയും, അയ്യോ ഇതില്ല പെണ്ണല്ലയോ? ഏത് പെണ്ണ്? അന്ന് നമ്മൾ കോഫി ഷോപ്പിൽ കാണാൻ പോയില്ലായിരുന്നു എന്ന് പറയും. സുഭാഷ് ചേട്ടൻ എടുക്ക്, വേണ്ട അതങ്ങ് കറക്റ്റായി പോകുമെന്ന് പറയും. സുഭാഷ് എടുക്കാൻ വേണം. രണ്ടാമത് വിളിക്കുന്ന സമയത്ത് കോൾ എടുക്കുന്നത് സുധീഷാണ്. സുധീഷ് കോളിൽ സംസാരിക്കും. ഹലോ, ഞാനന്ന് കോഫി ഷോപ്പിൽ വെച്ച് കണ്ടില്ലായിരുന്നു. അങ്ങനെ പേരൊക്കെ പറഞ്ഞ് സംസാരിക്കും. ആ സമയത്ത് സുഭാഷാണെന്ന് കരുതിയാണ് പെൺകുട്ടി സംസാരിക്കുന്നത്. അപ്പോൾ സുധീഷാണ് ഭയങ്കരമായിട്ട് അങ്ങ് സംസാരിക്കുമ്പോൾ പെൺകുട്ടി ചോദിക്കും, മുമ്പ് കോഫി ഷോപ്പിൽ വന്നിരുന്നപ്പോൾ ഇങ്ങനെ സംസാരിച്ചതേ ഇല്ലായിരുന്നല്ലോ, അത് നിങ്ങളെ ബെസ്റ്റിയും കൊണ്ടല്ലേ വന്നത്? സാധാരണ പെണ്ണ് കാണാൻ വരുമ്പോൾ ആരെങ്കിലും ബെസ്റ്റിയും കൊണ്ടുവരുമോ?
അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളെ കളിയാക്കാനാണ് നിങ്ങൾ ബെസ്റ്റിയായിട്ട് വന്നേന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അങ്ങ് തുറന്നടിച്ച് പറയും, ഞങ്ങൾക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല, ഇനി മേലെ എന്നെ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടിയോട് സുധീഷ് സംസാരിക്കും. സുഭാഷാണെന്നാണ് ഈ പെൺകുട്ടിയുടെ വിചാരം. അങ്ങനെ സുഭാഷ് പറയും, എടാ മതി വേണ്ട എന്നൊക്കെ പറയും. ഇങ്ങനെ പെട്ടെന്ന് സംസാരിച്ചിട്ട് കോളം കട്ട് ചെയ്യും. കട്ട് ചെയ്തതിന് ശേഷം നീ എന്തിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞു, പിന്നെ പറയണ്ടായോ, പിന്നെ കല്യാണം ആലോചിച്ച് വന്ന സമയത്ത് എല്ലാം സംസാരിച്ചതും എല്ലാം ബെസ്റ്റിയാണെന്ന് പറയും. സുഭാഷായിട്ട് ഒന്നും സംസാരിച്ചില്ല. എന്നിട്ട് അവസാനം വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നൊന്നും വിളിച്ചതുമില്ല. സുഭാഷ് അല്ലെങ്കിൽ എനിക്ക് ആ പെൺകുട്ടി ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, നമുക്ക് പറ്റിയ ആലോചനയല്ല അത്, പിന്നെ എന്തിനാ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതലൊന്നും പ്രസ് ചെയ്യാഞ്ഞെന്ന് പറയും. അതൊക്കെ പോയിട്ട് സുഭാഷ് ചേട്ടാ, നമുക്ക് വിധിച്ചതാണെങ്കിൽ നമുക്ക് വേറെ കിട്ടും. സുഭാഷ് ചേട്ടൻ നല്ല ആലോചന തന്നെ, ഈ സുനന്ദയെക്കാളിലൊക്കെ നല്ല ആലോചനയായിട്ട് സുഭാഷ് ചേട്ടന് വരുമെന്ന് പറയും. അങ്ങനെ സുഭാഷിൻ്റെ മനസ്സ് മുഴുവൻ സുനന്ദയുടെ ഓരോരോ സംസാരങ്ങളും വീട്ടിലെപ്പോഴും വരുന്നതും അതൊക്കെ തന്നെ സുഭാഷ് ഇങ്ങനെ ഓർത്ത് കിടക്കുവാണ്. അതിനുശേഷം സാന്ദ്ര രാജീവിൻ്റെ മുറി കയറി നിധിയുടെ ആധാർ നോക്കുകയാണ്. അതിനകത്തുനിന്ന് ആധാറിൻ്റെ നമ്പർ വാട്സപ്പിൽ അയക്കാമെന്ന് പറഞ്ഞ് ഫോൺ എടുക്കുന്ന സമയത്ത് ഫോണിൻ്റെ ചാർജ് കുറയും. അപ്പം സാന്ദ്ര പെട്ടെന്നൊരു പേനയും പേപ്പറും എടുത്തുകൊണ്ട് ആധാറിൻ്റെ നമ്പർ കുറിച്ചെടുക്കും. ഇത് അരുൺ മറഞ്ഞെന്ന് കാണുന്നുണ്ട്. അരുൺ പറയും, ഇവളെന്തായി ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമ്പരെല്ലാം കുറിച്ചെടുത്തതിന് ശേഷം അതവിടെ വെച്ചിട്ട് ഫോൺ കുത്തിയിടാനായിട്ട് പോകും. ആ സമയത്ത് അരുൺ വന്ന് നോക്കുമ്പം എന്തോ നമ്പറിനോ കുറിച്ച് വെച്ചേക്കുന്നു. ഇത് ആധാർ നമ്പറാണല്ലോ, ഇത് അവൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയായിരിക്കും അവൾ എഴുതി വെച്ചേക്കുന്നത് എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടും. അത് കഴിഞ്ഞിട്ട് ഈ നമ്പർ നിധിക്ക് അയച്ചു കൊടുക്കും. എന്നിട്ടൊരു വോയിസ് നോട്ട് വിടും, നിധി ഇതിൻ്റെ ആധാർ നമ്പറാണ്, എത്രയും പെട്ടെന്ന് നീ ആധാറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റിനെ അപേക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് നോട്ടിടും. ഇത് കേൾക്കുന്ന നിധിക്കങ്ങ് നല്ല സന്തോഷമാവും. നിധി ഓടി വന്ന് സുധീഷിൻ്റെ അടുത്ത് പറയാനായിട്ട് ഓടി വരുമ്പോഴത്തേക്ക് സുധീഷ് അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കാൻ അവിടെ ചൂല് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും നിധിയൊന്ന് ഇമ്പ്രസ് ചെയ്യിക്കണമെന്ന് കരുതി. സുധീഷ്, എന്തോ നിധി, ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്യട്ടെ. അത് പിന്നെ ക്ലീൻ ചെയ്യാം, എനിക്ക് ആധാറിൻ്റെ നമ്പർ കിട്ടി, ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിക്കാമെന്ന് പറയും. ആധാറിൻ്റെ നമ്പർ കിട്ടിയോ? സാന്ദ്രേട്ടത്തി എനിക്ക് അയച്ചു തന്നു, നമുക്ക് അക്ഷയ ചെന്ന് എത്രയും പെട്ടെന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണമെന്ന് പറയും. ഇത് കേൾക്കുന്ന സുധീഷിനങ്ങ് പെട്ടെന്ന് ടെൻഷൻ കയറും. ദൈവമേ, ആധാറിൻ്റെ നമ്പറില്ലാത്തതുകൊണ്ട് ഡിവോഴ്സിന് പോലും നിധി മുൻകൈ എടുക്കാഞ്ഞത്. ഇനിയിപ്പം ആധാറിൻ്റെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിധി ഈ ഡിവോഴ്സ് പെറ്റീഷനൊക്കെ മൂവ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിലാണ് സുധീഷ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ വരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ഇനി ആധാറിൻ്റെ നമ്പർ എടുക്കാനായിട്ട് സുധീഷിനെയും കൂട്ടിക്കൊണ്ട് നിധി അക്ഷയയിലോട്ട് പോകും. അതിനുശേഷം നിധി ഡിവോഴ്സ് പെറ്റീഷൻ തന്നെ മൂവ് ചെയ്യാനൊക്കെ ശ്രമിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും കഥ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.